അവൻ നമ്മൾ ചിന്തിക്കുന്ന അവൻ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരം 6-ാം അധ്യായത്തിലെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മ നമ്മോട് പറയുന്നതാണ്, ഒന്നാമതായി നാം ശക്തി പ്രാപിപ്പാൻ ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറയാനായിരുന്നു. അവൻ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, അവൻ എന്തിനു വേണ്ടിയാണ് നാം ശക്തി പ്രാപിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നാം ശക്തി പ്രാപിക്കുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പോൾ നമുക്ക് അവൻ ദൈവത്തിന്റെ സർവ്വമായുള്ള വർണ്ണം തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. അപ്പോൾ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വമായുള്ള വർണ്ണം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം, ഒരു യുദ്ധം നമുക്കുണ്ട് അല്ലെ? നമുക്കൊരു യുദ്ധമുണ്ട് അല്ലെ? നമുക്കൊരു യുദ്ധം ഉണ്ട്. യുദ്ധമുണ്ടെങ്കിൽ നമുക്കൊരു യുദ്ധമുണ്ടെങ്കിൽ നമുക്കൊരു ശത്രുവുണ്ട്. യുദ്ധമുണ്ടെങ്കിൽ നമുക്കൊരു ശത്രുവുണ്ട്. ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ നമുക്ക് എന്താ ആവശ്യമാണ്? ആയുധങ്ങൾ ആവശ്യമാണ്. അങ്ങനെ ദൈവം പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവ്വമായുധ വർഗം ധരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവത്തിന്റെ സർവ്വമായുധ വർഗങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് നാം തിരിച്ചറിയണം, നമുക്കൊരു ശത്രുവുണ്ട്. നമുക്കതുകൊണ്ട് ഒരു ശത്രുവുണ്ട്. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ നാം തിരിച്ചറിയണം. അവൻ പിശാച് എന്തൊക്കെ തന്ത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? ഒരു ക്രിസ്ത്യൻ ജീവിതത്തിനകത്ത് ഒരു ദൈവമൈതന്റെ ആ അനുഭവം എന്ന് പറയുന്നത്, അവൻ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് അവൻ ശത്രുവിനെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവനായി ജീവിക്കുന്നതാണ് ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അവനെ മനസ്സിലാക്കണം, നമ്മുടെ നേരെ വരുന്ന ശത്രു ശക്തനാണ്. നമ്മുടെ നേരെ വരുന്ന ശത്രു ആരാണ്? ശക്തനാണ്. പിശാചിന് ശക്തിയുണ്ടോ? പിശാചിന് ശക്തിയുണ്ടോ? ഉണ്ട്. പിശാച് നമ്മളെക്കാളും ശക്തനാണ്. ഇല്ലേ? ഇല്ലേ? ഇതെന്താണ്? പിശാച് നമ്മളെക്കാളും ശക്തനാണ്. കാരണം എന്നറിയാമോ? പിശാച് നമ്മളെക്കാളും ശക്തനായതുകൊണ്ടാണല്ലോ മനുഷ്യർ പിശാചിന്റെ തന്ത്രങ്ങൾ വീണുപോകുന്നത്. മനസ്സിലായോ? നാം മനസ്സിലാക്കണം, പിശാച് തന്ത്രപരമായി നമ്മെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. അവൻ ശക്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കാളും ശക്തി പിശാചിന് ഉണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ പിശാചിന് ശക്തിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിശാചിനോട് ജയിക്കാൻ പറ്റില്ല. പിശാചിനോട് ജയിക്കാൻ പറ്റില്ല. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവൻ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മനസ്സിലാക്കണം, അവൻ ശക്തനാണ്. പക്ഷേ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. മനസ്സിലായോ? നമ്മുടെ കർത്താവ് നമുക്ക് ശക്തി തരുമ്പോൾ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പിശാചിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. എന്നാൽ ദൈവം തരുന്ന ശക്തിയാണ് നമുക്ക് പിശാചിനെ എതിർത്ത് നിൽക്കാൻ കഴിയും. അപ്പൊ ദൈവം പറയുകയാണ്, നമ്മുടെ ശത്രു അതിനെ കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനെ അറിയാൻ പറ്റണം. നമ്മൾ അവന്റെ പ്രവർത്തനങ്ങളെ അറിയാൻ പറ്റണം, അവന്റെ പ്രവൃത്തികളെ അറിയാൻ പറ്റണം, അവന്റെ തന്ത്രങ്ങളെ അറിയാൻ പറ്റണം. എന്നാൽ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് നമുക്കൊരു നല്ല യുദ്ധം ചെയ്തുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ദൈവങ്ങളെ, ഒന്നാമതായി ശത്രു ആരാണെന്ന് അറിയാമോ? അവൻ ഒരു അദർശ്യനാണ്. ശത്രു ആരാണ്? ഒരു അദർശ്യനാണ്. പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ആവർത്തിക്കുകയാണ്. പിശാച് എന്താണ്? അദർശ്യമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. നമ്മുടെ കർത്താവ് കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. കർത്താവ് ആത്മാവാണ് അല്ലെ? കർത്താവ് ആത്മാവാണ്. അതുപോലെ പിശാച് ഒരു ആത്മമണ്ഡലത്തിലുള്ള വ്യക്തിയാണ്. പിശാച് ആത്മമണ്ഡലത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അവരെ കുറിച്ചുള്ള നല്ല അറിവ് നമുക്ക് വേണം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് കാര്യം നാം നേരത്തെ പറഞ്ഞതുപോലെ, പിശാച് ശക്തനാണ്. അവൻ
അവന്റെ സർവശക്തി ഉപയോഗിച്ച് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് എങ്ങനെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളെ അവൻ ദൈവിക ബന്ധത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ ഏത് നിലവാരത്തിലും അവന്റെ ശക്തി അവൻ ഉപയോഗിച്ച് അവൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാചിന്റെ പദ്ധതി. അതാണ് പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പിശാചിന്റെ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ അവൻ തിരിച്ചറിയുമ്പോൾ കർത്താവിന്റെ വചനപദ്ധതി പ്രകാരമാണ്. 1 8 വാക്യം വായിക്കുന്നതിനെയാണ് നിർമ്മലനായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ അവൻ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു. അല്ലേ? ഇതേതു പിശാച് ചുറ്റി നടക്കുകയാണ്. എന്തിനാണ് ഒരു ദൈവ പൈതലെ വീഴ്ത്തിക്കളയാ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പൈതലെ തകർത്ത് കളയാ, ദൈവത്തിന്റെ സന്നിധിയിൽ വീഴ്ത്തിക്കളയാനാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്ന പിശാച് ആമേ ഒരു വലിയ ദുഷ്ടശക്തിയാണ്. പിശാച് ആരാണ്? വലിയൊരു ദുഷ്ടശക്തിയാണ്. പിശാച് ഒരു നന്മയുമില്ല. പിശാച് സകല ദുഷ്ടാത്മാവിന്റെയും നേതാവാണ്. വല്ലാത്ത ജീവിത ശൈലിയിലേക്ക് മനുഷ്യനെ വീഴ്ത്തിക്കളയാൻ അല്ലെങ്കിൽ മനുഷ്യനെ അവിടെ നന്മകളിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കുവാൻ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ഒരു ദുർഗാത്മ സേനയുണ്ട് നമ്മുടെ ചുറ്റും. ആ ദുർഗാത്മ സേനകൾ പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് അറിയാമോ? ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ, ദൈവത്തോട് കൂടെ സഞ്ചരിക്കാൻ കഴിയാതെ, ദൈവം നമുക്ക് നമ്മളിലൂടെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചെയ്യിക്കാൻ കഴിയാതാണ് നമ്മെ അകറ്റി നിർത്തുന്നത് എന്നാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ആ തന്ത്രം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. അത് വെളിപ്പാട് പുസ്തകം 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ്. എന്നോട് നോക്കി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ എന്ത് ചെയ്യാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, കരയേണ്ട, സ്വന്തം പിശാചിനെ ജയിക്കാനിതാ അവൻ അധികാരം പ്രാപിച്ച ഒരു കർത്താവ്, അവൻ കുഞ്ഞാട് ഉണ്ട്. അവൻ സർവശക്തനാണ്. ആ കുഞ്ഞാടിനോട് ചേർത്ത് നിൽക്കുകയാണെങ്കിൽ, ആ യേശുവിനോട് ചേർത്ത് നിൽക്കുകയാണെങ്കിൽ പിശാചിനെ നമുക്ക് ജയിക്കാൻ കഴിയും ദൈവങ്ങളെ. അതുകൊണ്ടാണ് പറയുന്നത്, ആ ദുർഗാത്മസേനയെ അവൻ പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയേണ്ടത് നമ്മൾ ബുദ്ധിയുള്ളവരായി തീരണം. നാലാമതായി മനസ്സിലാക്കണം, പിശാച് കൗശലക്കാരനാണ്. കൗശലക്കാരനാണ്. ദൈവത്തിനവാനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തില് 3-ാമത്തെ 1-ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാരമാണ്. പിശാച് ഏറ്റവും കൗശലമുള്ള വ്യക്തിയായിരുന്നു. അവൻ സ്ത്രീയെ വഞ്ചിക്കേണ്ടതിന് അവളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനായിരുന്നു. സ്വന്തം പിശാചാരാണ്, കൗശലക്കാരനാണ്. സ്വന്തം സ്വന്തം 2 ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 2 ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഇവിടെ പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ, ഉപായത്താൽ 11-ന്റെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ പിശാച് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തെ നമ്മുടെ യേശുവിനുള്ള ചിന്തയെ, യേശുവിനോടുകൂടെ ജീവിക്കാനുള്ള നല്ല മനസ്സിനെ എന്ത് ചെയ്യുന്നു?
തെറ്റിച്ചു കളയുന്നു. അവൻ ചതിയനാണ്, അന്തരശാലിയാണ്. അവന്റെ ജീവിതം എപ്പോഴും ആ വേഷത നമ്മൾ ശ്രദ്ധിക്കണം. നമ്മെ വീഴ്ത്തുവാനാണ് അവന്റെ പദ്ധതി എന്ന് പറയുന്നത്. മാത്രമല്ല ദൈവത്തെ പറയുകയാണ് ആ വേഷു പിശാച് താൻ വെളിച്ച ദൂതന്റെ വേഷമെടുക്കുന്നുവല്ലോ. രണ്ട് ലേഖനം 11 അതിന്റെ 16 വാക്യം നാം വായിക്കുന്ന പ്രകാരമാണ് സാത്താൻ താരം വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. മനസ്സിലാക്കണം, അവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കാൻ അവൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് ശത്രു. മനസ്സിലായോ? ശക്തി എന്ന് മനസ്സിലായോ? യേശു ക്രിസ്തു പറഞ്ഞു അവൻ പിശാച് ചെയ്തൊരു മറ്റൊരു പേര് തക്കതിലാണ്. ദൈവത്തിന്റെ പറയുന്നു 7-ാം അവൻ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു ആടുകളുടെ വേഷം ധരിക്കുന്ന ചെന്നായിയാണ് പിശാച്. ആടുകളുടെ വേഷം ധരിക്കുന്ന ചെന്നായിയാണ് അല്ലെ പിശാച്. അത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അവിടെ വായിക്കുന്ന പ്രകാരമാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരെ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരും, അവയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളത്തെ നോക്കുകയും അവൻ ആടുകളെ വേഷം ധരിച്ച് കടന്നു വരുന്ന അവൻ ചെന്നായ്ക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഒന്ന് പുറമെ നോക്കി ഒരു പക്ഷെ നോക്കാം അവനൊരു ദൈവത്തിന്റെ പൈതലെ പോലെ അല്ലെങ്കിൽ ദൈവദാസനെ പോലെ അല്ലെങ്കിൽ ഒരു നല്ല പ്രവാചകനെ പോലെ ഒക്കെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിന്റെ വരം പറയുന്നു അവൻ പിശാചുകാരൻ അവനെ ആധിപത്യം നടത്തിയിട്ട് കള്ള പ്രവാചകന്മാർ ഇതാ എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. അവന് വേഷം മാറാൻ കഴിയും. അവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പിശാചിനെയാണ് നമുക്ക് എതിർത്ത് നിൽക്കേണ്ടത്. അവൻ എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവനെ കുറിച്ച് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവന്റെ ആധിപത്യത്തെ കുറിച്ച് മനസ്സിലാക്കണം. അവന്റെ ദുഷ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എതിർത്ത് നിൽക്കാൻ തയ്യാറായി തീരുമ്പോഴാണ് പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ അതിനെ എതിർത്തുനിന്നാൽ നമുക്ക് ജയിക്കാൻ കഴിയും. ഞാൻ അവരുടെ തന്ത്രങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞുപോയി. ആ മതിലിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് അവനെ ഞാൻ ധൈര്യപ്പെടുകയാണ്. അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് നിരുത്സാഹപ്പെടുത്തുന്ന നിരുത്സാഹം കൊണ്ടുവരുന്ന വ്യക്തിയാണ് പിശാച്. പലപ്പോഴും പിശാച് നോക്കിയെന്ന് പറയാമോ നമ്മളെ ഉത്സാഹമില്ലാത്തവരായി തീർക്കുക, ആത്മീയത്തിൽ നമ്മെ പുറത്തോട്ട് കൊണ്ടുപോകുക, നിരാശകൾ വരുത്തുക. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ആരാധിച്ചിട്ടും ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് പോയിട്ടും എന്റെ ജീവിതത്തിനകത്തൊരു മുന്നേറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തിയാണ് പിശാച്. രണ്ടാമത് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളെ കൊണ്ടുവരുന്നവരാണ് പിശാച്. എന്താണ് സംശയങ്ങളെ കൊണ്ടുവരിക? ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തവണ്, ദൈവത്തിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തവണ് അവൻ സംശയത്തിന്റെ ചിന്തകളെ നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്ന് അവൻ നമ്മുടെ ആത്മമണ്ഡലങ്ങളെ നമ്മുടെ ദൈവിക പദ്ധതികളെ നമ്മൾ നിന്ന് അകറ്റിക്കളയുവാൻ അവൻ വാക്കുകൾ നമ്മുടെ മുമ്പിൽ ഹവ്വായോട് മനസ്സ് ചോദിച്ച പ്രകാരമാണ് അവൻ വാസ്തവത്തിൽ അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഈ വൃക്ഷഫലം തിന്നരുതെന്ന്? വാസ്തവത്തിൽ യഥാർത്ഥമായി എന്ത് ചിന്തകൾ കൊണ്ടിട്ട് നമ്മെ അവനെ വിശ്വസിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയാൻ പിശാചുകളുടെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവങ്ങളെ അവന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാനേ തീരും. കർത്താവ് പറഞ്ഞില്ല, തുടർന്നൊന്നും കർത്താവ് ചെയ്തില്ല, പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞില്ലാണ് നീ പറ്റിക്കരുത്. ഇതാ സംശയത്തിന്റെ ചിന്ത കൊണ്ടുവന്നപ്പോൾ അവന്റെ അകത്ത് അവൾ പറയുകയാണ് ഇത് തുടരുത്, ഇത് തൊടുവാൻ പോലും അനുവാദമില്ല. കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറ്റിക്കരുത്. നിനക്ക് വേണമെങ്കിൽ പാട്ടെടുത്ത് നന്നായിട്ട് അന്നേരം സാന്താൻ പറയുന്നതിന് മുമ്പ് നിനക്ക് പാട്ടെടുത്തത് നോക്കായിരുന്നു, കഴിക്കണ്ട നോക്കായിരുന്നു. അപ്പോൾ സാത്താൻ
സംശയത്തിന്റെ ചിന്തകൾ കൊണ്ട് അവിടെ ഇട്ടപ്പോൾ അവൾ പറയുകയാണ്, അത് തിന്നാൻ കാമ്യവും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും കാണാൻ ഭംഗിയുള്ളതും അന്ന് സ്ത്രീ കണ്ടു. സംശയങ്ങൾ വരുമ്പോൾ ജീവിതത്തിനകത്ത് അവൻ വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ദൈവങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചിന്റെ തന്ത്രമാണ്: ഒന്ന്, അവരെ നിരുത്സാഹപ്പെടുത്തുക; രണ്ട്, സംശയത്തിനെ കൊണ്ടുവരിക; മൂന്ന്, നമ്മുടെ ഇച്ഛ ഭംഗം വരുത്തുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഇച്ഛ ഭംഗം വരുത്തുക. നമ്മൾ ഇച്ഛിക്കുന്നതിനെ അവൻ തെറ്റിച്ചുകളെ എത്ര നിലവാരങ്ങളിൽ അവൻ നമ്മുടെ ജീവിതത്തെ അവൻ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചിനെ അവൻ ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനകത്ത് അഴിച്ചുവിടും. നാലാമതായി നമ്മുടെ ജീവിതത്തിലെ സന്മാർഗമായ അനുഭവങ്ങളെ പരാജയപ്പെടുത്തുക. നല്ല ജീവിതം, വിശുദ്ധിയുള്ള ജീവിതത്തെ പരാജയപ്പെടുത്തി അവൻ നമ്മെ അവൻ ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുക. ജഡത്തിന്റെ മോഹങ്ങൾ കൊണ്ടുവന്ന പിശാചിനെ ചെയ്യാൻ അവൻ സന്മാർഗികമായ ജീവിത ശൈലികൾ കൊണ്ടുവന്ന് അവൻ നല്ല ജീവിതം നയിക്കാൻ കഴിയാതെ നമ്മെ പരാജയപ്പെടുത്തി കളയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. അഞ്ചാമതായി ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ നമ്മുടെ ഉപദേശത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയും. ദൈവത്തിന്റെ ഉപദേശത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയാൻ പിശാച് പല പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇടയ്ക്കുകയാണ്. അവർ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനമായ അനുഭവങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഉന്നം വച്ച് നമ്മളെ എങ്ങനെയെങ്കിലും ഏത് മാർഗത്തിലേക്ക് നമ്മളെ വീട്ടിൽ കളയാൻ പിശാച് തന്ത്രങ്ങളുമായി അടുത്ത് വരുമ്പോൾ ഇന്ന് പത്രക്കാലം നാം മനസ്സിലാക്കണം, ഒരു മാർഗത്തിലൂടെ നമ്മൾ വീഴ്ത്താൻ കഴിയില്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ നമ്മൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവനോട് തുറന്നാൽ നമുക്ക് ജയിക്കാൻ കഴിയും. പറയുന്നു, ആ ഒരു സത്യവിശ്വാസിയെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്നതാണ് അവന്റേതായ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു തോന്നുന്നു, ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സത്യമല്ലാത്ത വിശ്വാസിയെ അവനെന്തില്ല, മോശം ഇല്ല, അവിടെ നേരെ എന്ത് ചെയ്തില്ല, അവന്റെ ആയുധം എന്ത് ചെയ്തില്ല, വയ്ക്കത്തില്ല. കാരണം അവന്റെ ഒരു ആയുധം പാഴായി കളയാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയും ജീവിക്കുന്നവരുടെ നേരെ പിശാച് ഒരിക്കലും ഒരു ആയുധവും അവനെ കൊടുത്തു വിടാറില്ല. കാരണം പിശാചിനറിയാം അവനെ കൂടിക്കിടത്താണ്. എന്റെ ചിന്തകൾക്കാണ് മുമ്പോട്ട് പോകുന്നത്, ദൈവത്തിന്റെ ചിന്തകളെക്കാൾ എന്റെ പ്രശ്നങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടിയാണ് അവൻ മുമ്പോട്ട് പോകുന്നവനറിയാം. അതുകൊണ്ട് സാത്താൻ ഒരിക്കലും തന്റെ ആയുധം അവൻ പാഴാക്കി കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സത്യവിശ്വാസിക്ക് നേരെ എപ്പോഴും അവൻ തന്റെ ആയുധങ്ങൾ അവൻ നമ്മുടെ നേരെ ഉന്നം വയ്ക്കുകയാണ്. എന്നാൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ ദൈവ ഒന്നാമത്തെ 23 വാക്യങ്ങൾ പറയുന്നു, എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും തത്വങ്ങൾക്കും ഈ ലോകത്ത് മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവനെ കാൽക്കീഴിലാക്കി വച്ച് അവനെ സർവത്തിനും തലലാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനായ നിറവായിരിക്കുന്ന തന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഭാഗം ചിന്തിച്ചു. എല്ലാ അധികാരത്തെക്കാളും എല്ലാ വാഴ്ചകളെക്കാളും മേലായ നാമം നമ്മുടെ യേശുവിനെ കൊടുത്തിട്ട് എല്ലാ ആയുധങ്ങളെയും താഴെ വയ്പാൻ, എല്ലാത്തിനും മേലെ ജയം നൽകുവാൻ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പിശാചിന്റെ സകല തന്ത്രങ്ങളെയും അണിയറവച്ച് സകലത്തെയും ജയിക്കാൻ അധികാരം ലഭിച്ച യേശുവിന്റെ മക്കളായിട്ടാണ് നമ്മെ വേർതിരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ആ അധികാരം ആർക്ക് കൊടുക്കുകയാണ്? അധികാരം ആർക്ക് കൊടുക്കും? സഭയ്ക്ക്. സഭയിൽ ആരാണ്? സഭയിലുള്ള ശരീരം അതെല്ലാം അറിയാം. സഭയിൽ പറഞ്ഞ സഭ
മനസ്സിലായോ? അപ്പൊ നമുക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? സകല അധികാരവും പ്രാപിച്ച ദൈവം എന്ത് ചെയ്തു? നമുക്ക് തന്നു. അതുകൊണ്ടാണ് കർത്താവ് അതിനെ പറയുന്നത്, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധം എടുക്കണം. ദുർദിവസം എന്ന് പറഞ്ഞാൽ അറിയാം. ദുർദിവസം പറഞ്ഞാൽ അറിയോ? എന്താണ് ദുർദിവസം? ദുർദിവസം പറഞ്ഞാൽ പിശാച് നമ്മെ വേട്ടയാടുന്ന ദിവസം, പിശാച് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സമയം, അവൻ വലിയ ടാലന്റുമായി കൊണ്ടുവരുന്ന സമയമാണ് ദുർദിവസം. തിരമാല പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ടുവരിക. ആകെ പ്രശ്നവും ആകെ കാറ്റ് പോലെ പ്രകൃതിയിലെ ആകെ ഭൂകമ്പം പോലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ആകെ ശക്തിയേറിയ അനുഭവങ്ങൾ പോലെ ജീവിതത്തിനകത്ത് കൊടുങ്കാറ്റ് പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്ന് അത് ചർച്ചകളെ പിശാച് കൊണ്ടുവരുന്ന ദിവസമാണ് ദുർദിവസം. അതാണ് യോബിന്റെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടുവന്ന ആ ദിവസം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ ദുർദിവസമായിരുന്നത്. ഒറ്റ ദിവസം നമ്മളുള്ളതെല്ലാം നഷ്ടമായി, അവരുടെ മക്കൾ നഷ്ടമായി, അവരുടെ സമ്പത്ത് നഷ്ടമായി, അവരുടെ എല്ലാം നഷ്ടമായി. എങ്കിലും യോബ് പറഞ്ഞു, ദൈവത്തിന്റെ സർവശക്തി അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, അവൻ ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം ഉയർത്തപ്പെടട്ടെ, അവന്റെ നാമം മാറ്റപ്പെടട്ടെ, അവന്റെ നാമം ഉന്നതമാണ്, അവൻ സകലം വഴങ്ങിത്തരാൻ കഴിയുന്ന ദൈവത്തിന്റെ നാമം, സകലത്തെ ഉയർത്താൻ കഴിയുന്ന ദൈവത്തിന്റെ നാമം, സകലത്തെ ആരോഗ്യമുള്ള ദൈവത്തിന്റെ നാമം, ആ നാമത്തെ ഉയർത്തുന്ന നാമമാണ്. ആ ദൈവത്തോട് ചേർന്നുള്ള സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ ജീവൻ തരുവാൻ അവൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എത്തുന്നതാണ് ദൈവത്തിന്റെ സന്മാർഗം എടുത്തുകൊണ്ട് ദുർദിവസങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ള എപ്പോഴും ആ ചിന്ത നമ്മെ ഭരിക്കാനായി തീർന്നു. മനസ്സിലാക്കുന്നത് നമ്മൾ വെറുതെ പോകാറുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും നമുക്കൊരു പോകാറുണ്ട്, എപ്പോഴും നമുക്കൊരു അത് വെല്ലുവിളിയുണ്ട്, എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അവരുടെ തന്ത്രങ്ങളുമായി പിശാച് അവരുടെ പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിൽ കയറുക. ആകെ പദ്ധതികൾ എടുക്കുമ്പോൾ നീ സർവശക്തനുള്ള ദൈവത്തിന്റെ ആകെ കീഴിൽ അവൻ നീ ആയിരിക്കുന്ന ആ ഭിന്നത്തിന്റെ കീഴിലായിരിക്കുന്ന വ്യക്തിയാണോ? ആ ദൈവത്തിൽ നീ പ്രബോധിക്കുന്ന വ്യക്തിയാണോ? ആ ദൈവത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണോ? ആ ദൈവത്തിൽ ആശ്രയം വെച്ച വ്യക്തിയാണോ? നിന്റെ ആശ്രയമത്വം ആ ദൈവത്തിലാണോ നിനക്ക് കരങ്ങളിൽ കൊടുത്തതെങ്കിൽ ഇത് നോക്കാൻ വിളിച്ചു പറയാം. അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന് ചുറ്റും ചെയ്യില്ല. അവനെ സർവ്വ ദൈവത്തെ പരിപാലിപ്പാൻ അവൻ ശക്തനാണ്. ദുർദിവസങ്ങൾ വരുമെന്ന് നമ്മൾ അറിഞ്ഞ ദൈവത്തിന്റെ സർവ്വായുധ വാക്യം ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രകളിൽ ദൈവം നമ്മൾ നടത്തുവാൻ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങൾ നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും തുടങ്ങേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവശക്തി നമുക്ക് പ്രാപിക്കേണ്ടതായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തിയെ നിഴലിൽ പാർക്കുന്നവൻ അവൻ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ എന്റെ സങ്കേതവും കോട്ടയ്ക്കും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് അവൻ പറയപ്പെട്ട വാരങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്ന പരിച പോലെ അവനെ ചുറ്റിക്കൊള്ളുവാൻ തക്കവണ്ണം അവനെ മഹിമ കൊണ്ട് അവനെ അലങ്കരിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇന്ന് നിനക്ക് വേണ്ടി ചരിക്കുന്നുണ്ട്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവത്തിന് വേണ്ടി നിന്നോ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ആമെ പ്രവർത്തിപ്പാൻ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ധരണം ചെയ്യാൻ ആവശ്യമായ ദൈവശക്തി നടത്താൻ എന്റെ ദൈവം സർവശക്തനാൽ ഇന്ന് പലക്കാരെ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം, ആ ദൈവത്തെ നമുക്ക് നല്ലത് ഏൽപ്പിച്ചു കൊടുക്കാം, ആ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പറയാൻ ദൈവം ഞാൻ നിന്റെ കരകളിൽ സ്ഥലങ്ങളാകുകയാണ്. ശക്തികളെയും നിന്റെ ധരങ്ങളിലേക്ക് ഞാൻ സ്ഥലങ്ങളാകുകയാണ്. സ്വന്തം ദൈവത്തെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി അവൻ പിശാചിനോട് എതിർത്ത്